നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് 79%. രാത്രി വൈകും വരെ വോട്ടെടുപ്പ് നീണ്ടു. പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥി T സിദ്ദിഖിനെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തു. പ്രിസൈഡിംഗ് ഓഫീസറെ മർദ്ദിച്ചു. ചേരൂരിൽ ലാത്തി ചാർജ്. കൂടുതൽ അനിഷ്ട സംഭവങ്ങളില്ല. വോട്ട് ചെയ്യാനെത്തിയ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. സംഭവം കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ. പൂരപ്പെരുമയിൽ നാട്. വടക്കൻ കേരളത്തിൽ ഇനി പൂരക്കളിയുടെ നാളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ആവേശത്തോടെ ജനം വോട്ട് ചെയ്യാനെത്തി. ഇത്തവണ രേഖപ്പെടുത്തിയത് 79%. സംസ്ഥാന തലത്തിലും വൻ പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. കാസർഗോട്ടെ മിക്ക മണ്ഡലങ്ങളിലും ആവേശത്തോടെ ജനം വോട്ട് ചെയ്യാനെത്തി. കനത്ത പോളിംഗ് ശതമാനമാണ് ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായത്. പതിവിന് വിപരീതമായി അതിരാവിലെ തന്നെ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ സമ്മതിദാനം നിർവഹിക്കാനെത്തി. വോട്ടെടുപ്പ് സമയം കഴിഞ്ഞും ക്യൂ നീണ്ടു. ഇവർക്ക് പ്രത്യേക ടോക്കൺ നൽകിയാണ് വോട്ട് നൽകാൻ അവസരം നൽകിയത്. LDF ശക്തി കേന്ദ്രങ്ങളായ തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. ഇത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് LDF നേതാക്കൾ പറയുന്നു. എന്നാൽ 1.5 ലക്ഷത്തോളം പുതിയ വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. കന്നി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDFും അവകാശപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു മാസം പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നേതാക്കളും കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ പെരുമ്പയിൽ UDF സ്ഥാനാർത്ഥി T സിദ്ദിഖിനെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. അതിനിടെ കാസർഗോഡ് ചേരൂർ കടവിൽ പ്രിസൈഡിംഗ് ഓഫീസറും UDF പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണം. പിതാവിന്റെ വോട്ട് ചെയ്യാനെത്തിയ UDF പ്രവർത്തകനെ ചോദ്യം ചെയ്തു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ജില്ലയിൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പയ്യന്നൂരിലെ പെരുമ്പയിലെ ബൂത്തിലെത്തിയപ്പോൾ സ്ഥാനാർത്ഥിയെ കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു വിഭാഗം LDF പ്രവർത്തകർ തടയുകയായിരുന്നു. ഇതോടെ നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. എന്നാൽ പോലീസും സായുധ സേനയും എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. അതിനിടെ 4 മൈൽ ചേരൂർ സ്കൂളിലും നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. UDF പ്രവർത്തകൻ തന്റെ പിതാവിന്റെ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ വിലക്കി. ഇതേ തുടർന്ന് UDF പ്രവർത്തകരും പ്രിസൈഡിംഗ് ഓഫീസറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. മഞ്ചേശ്വരം തോട്ടയിലും മഞ്ചേശ്വരം റെയിൽവേ ഗേറ്റിലും UDF SDFI പ്രവർത്തകർ നേരിയ തോതിൽ വാക്കേറ്റമുണ്ടായി. അങ്ങിങ്ങായി ചെറിയ തോതിൽ വാക്കുതർക്കങ്ങളുണ്ടായി എന്നതൊഴിച്ചാൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ട് ചെയ്യാനെത്തിയ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലായിരുന്നു സംഭവം. കുശാൽ നഗറിലെ മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യ ആയിഷയാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യ ആയിഷയാണ് മരിച്ചത്. 81 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഹോസ്ദുർഗ് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിലെ 106 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആയിഷ കുഴഞ്ഞു വീഴുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വന്തം വിജയം ഉറപ്പിച്ച് സ്ഥാനാർത്ഥികളുടെ വോട്ട്. LDF സ്ഥാനാർത്ഥി P കരുണാകരനും BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രനും സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ് കോഴിക്കോട്ടായിരുന്നു വോട്ട് ചെയ്തത്. സ്ഥാനാർത്ഥികളായ P കരുണാകരനും K സുരേന്ദ്രനും സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ T സിദ്ദിഖ് കോഴിക്കോട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാവിലെ ഭാര്യ ലൈലയ്ക്കൊപ്പം എത്തിയാണ് LDF സ്ഥാനാർത്ഥി P കരുണാകരൻ നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ 14 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്നലെ ഞാൻ ധാരാളം, യഥാർത്ഥത്തിൽ ഞാൻ ഈ പഞ്ചായത്തിലൊക്കെ ഇന്നലെയാണ് പോയത്. മറ്റു ദിവസങ്ങളിൽ പോയെങ്കിൽ പോലും ധാരാളം വോട്ടർമാരെ നേരിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ LDFിൻ്റെ പ്രവർത്തകർ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ വിജയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ രാവിലെ 8 മണിയോടെ കുടുംബസമേതം എത്തി നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 107 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ BJP മികച്ച വിജയം നേടുമെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. ഇത്തവണ BJPക്ക് മികച്ച വിജയം ഉണ്ടാവും. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJPക്ക് 2 മുന്നണികളിൽ നിന്നും വലിയ തോതിലുള്ള അടിയൊഴുക്കൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. BJP ഇത്തവണ മികച്ച വിജയം നേടും. UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ് കോഴിക്കോട് JTD ഇസ്ലാമിക് കോളേജിലെ 68 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. തുടർന്ന് 11 മണിയോടെ സിദ്ദിഖ് കാസർഗോഡ് മണ്ഡലത്തിലേക്ക് തിരിച്ചു.
ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ 37 വർഷത്തിന് ശേഷം ആദ്യമായി വോട്ട് രേഖപ്പെടുത്തി. അമ്പലത്തറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 142 നമ്പർ ബൂത്തിലാണ് കുഞ്ഞികൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയത്. പ്രക്രിയയിൽ ഇല്ലാത്തതിനാലാണ് ഇതുവരെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതെന്ന് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ബാസ് മുതലപ്പാറ മൂലനടുക്കം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇ ചന്ദ്രശേഖരൻ MLA കോളിയടുക്കം AUP സ്കൂളിലെ 25 നമ്പർ ബൂത്തിലും എൻ എ നെല്ലിക്കുന്ന് MLA നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 108 നമ്പർ ബൂത്തിലും PB അബ്ദുൾ റസാഖ് MLA 4 മൈൽ പാണാർക്കുളം LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് KCN. വടക്കൻ കേരളത്തിൽ ഇനി പൂരക്കളിയുടെ നാളുകൾ. പൂവിടലും പൂരക്കളിയുമായി ഇനി പൂരനാളുകൾ അരങ്ങേറുമ്പോൾ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും പ്രത്യേക പരിപാടികളാണ് നടന്നുവരുന്നത്. പൂവിടലും പൂവിളിയുമായി ഒരു പൂരക്കാലം കൂടിയെത്തി. തറവാടുകളും ക്ഷേത്രങ്ങളും പൂരോത്സവത്തിന്റെ നിറവിലാകുന്ന ദിനങ്ങളാവും ഇനിയുള്ള നാളുകൾ. കാമദേവനെ ഉപാസിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള ചടങ്ങുകളാണ് പൂരോത്സവ നാളുകളിൽ നടക്കുന്നതെങ്കിലും പൂരക്കളി കൂടി നടക്കുന്നതോടെ ആഘോഷത്തിൽ ആൺകുട്ടികളും പങ്കുചേരുകയാണ് പതിവ്. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 9 നാളുകളിലായാണ് പൂവിടൽ ചടങ്ങ് നടക്കുന്നത്. ഈ 9 നാളുകളിൽ കന്യകമാരായ പെൺകുട്ടികൾക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളാണ്. 9 ദിനങ്ങളിലും അവർ കാമദേവനെ പൂജിച്ച് പുഷ്പങ്ങൾ അർപ്പിക്കും. പൂരോത്സവം ആരംഭിക്കുന്നതോടെ ക്ഷേത്രങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. ക്ഷേത്രങ്ങളിൽ പൂരക്കളിയും മറത്തുകളിയും സംഘടിപ്പിക്കുന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതകളാണ്. തറവാടുകളിലാണ് പൂരനാളുകളിൽ പൂവിടലിനായി പൂരക്കുഞ്ഞുങ്ങൾ എത്തുന്നത്. മുത്തശ്ശിമാരാണ് പൂരക്കുഞ്ഞുങ്ങൾക്ക് പൂവും വെള്ളവും നൽകുന്നത്. ഇത്തവണ വെള്ളിയാഴ്ചയാണ് തറവാടുകളിൽ കാമദേവനെ അണിയിച്ചൊരുക്കുന്നത്. നരയൻ പൂവ്, എരിക്കിൻ പൂവ്, ചെക്കിപ്പൂവ്, ചെമ്പകം, എരിക്കിൻകായയും മറ്റു പൂക്കളും ചേർത്ത് കാമദേവന്റെ മനോഹര രൂപം തീർത്ത് പൂജിക്കുകയാണ് പതിവ്. 9 നാൾ പൂജിച്ച ദേവനെ കണ്ണീരോടെയാണ് പൂരംകുളി നാളിൽ പൂരക്കുഞ്ഞുങ്ങൾ യാത്രയാക്കുന്നത്. ഇനിയത്തെ കൊല്ലവും നേരത്തെ കാലത്തെ വരണേ കാമ എന്ന് മുത്തശ്ശിമാർ ചൊല്ലുമ്പോൾ പൂരക്കുഞ്ഞുങ്ങൾ അത് ഏറ്റുചൊല്ലും. ശനിയാഴ്ച നടക്കുന്ന പൂരംകുളി ദിനത്തോടെ പൂരോത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഖാദി മേഖലയിൽ നിന്ന് തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നു. മലയോര മേഖലയിലെ നിരവധി പേരുടെ അത്താണിയായിരുന്ന ഖാദി മേഖലയിൽ നിന്നാണ് തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നത്. ജില്ലയുടെ ഗ്രാമീണ മേഖലയിൽ പട്ടിണിയിലും അർദ്ധപട്ടിണിയിലും കഴിഞ്ഞുകൂടുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു കാലത്ത് ഖാദി മേഖല നൽകിയ അഭയം ചെറിയ കാര്യമായിരുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഗാന്ധിജിയുടെ ദർശനങ്ങളുടെയും പിൻബലമുണ്ടായിരുന്ന ഖാദി പ്രസ്ഥാനത്തിന് പയ്യന്നൂർ കേന്ദ്രീകരിച്ച് വലിയ ഉന്നതിയും പ്രസിദ്ധിയും കൈവന്നിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിരവധി കേന്ദ്രങ്ങളിൽ നൂൽനൂൽപ്പിനും തുണിയുൽപാദനത്തിനും സംവിധാനം ഒരുക്കുക വഴി നൂറുകണക്കിന് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ അവസരം കിട്ടി. എന്നാൽ കാലം മാറിയതോടെ ഖാദി മേഖലയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യാൻ തൊഴിലാളികൾക്ക് കഴിയാത്ത അവസ്ഥയായി. തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്ന കൂലി പോലും ഖാദി മേഖലയിൽ ഇല്ലെന്നായതോടെ തൊഴിലാളികൾ കൂട്ടത്തോടെ പടിയിറങ്ങിയതാണ് കോളംകുളം യൂണിറ്റ് അടച്ചുപൂട്ടാൻ കാരണമായത്. ഞാൻ ഈ കോളംകുളം ഖാദി സെന്ററിൽ 3 വർഷത്തോളമായി ജോലി ചെയ്ത് ആൾക്കാർ കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് പ്രവർത്തിച്ച് പോകുന്നില്ല. 2-3 പേര് ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോകണമെന്നുണ്ട്. അതായത് കൂലിയായിട്ട് ആരും മുമ്പോട്ട് വരുന്നില്ല. കൂലി കുറവെന്ന് പറയുന്നു. മറ്റ് തൊഴിലുറപ്പുകളിൽ എല്ലാവരും പോകുന്നതുകൊണ്ട് ആരും മുമ്പോട്ട് വരുന്നില്ല. ഒടുവിൽ 3 തൊഴിലാളികളാണ് ഇവിടെ അവശേഷിച്ചിരുന്നത്. 3 പേരെ നിലനിർത്തി ജോലി തുടർന്നു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് യൂണിറ്റ് അടച്ചുപൂട്ടിയതെന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ബാവിക്കര പള്ളിക്കാലിലെ മുണ്ടക്കാൽ മൊയ്തു നിര്യാതനായി. അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. കുമ്പള ആരിക്കാടിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണു. 113 നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ പയ്യന്നൂർ സ്വദേശി സജീവനാണ് കുഴഞ്ഞു വീണത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞങ്ങാട് BJP പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ABVP ജില്ലാ ജോയിന്റ് കൺവീനർ സനൽ, BJP പ്രവർത്തകൻ മധു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കാഞ്ഞങ്ങാട്ട് ഒരു കല്യാണത്തിൽ സംബന്ധിച്ച് മടങ്ങുമ്പോൾ രാത്രി പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പരാതിയിൽ സൂചിപ്പിച്ചു. ഒസങ്കടിയിൽ വ്യാപാരിയുടെ വീട്ടിൽ കവർച്ച. ചെക്ക് പോസ്റ്റിന് സമീപത്തെ മുഹമ്മദ് മുസ്താഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്.
അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 8 പവൻ സ്വർണ്ണാഭരണങ്ങളും 7000 രൂപയും കവർച്ച ചെയ്തു. പോലീസ് അന്വേഷിച്ചു വരുന്നു. നവ്യാനുഭൂതി പകർന്ന് വന്ദേ മാതരം നൃത്തശില്പം. ലയം കലാക്ഷേത്രത്തിലാണ് വ്യത്യസ്തമായ പരിപാടി അരങ്ങേറിയത്. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഭാഷാഗീതങ്ങളുടെ അകമ്പടിയോടെ ഭാരതീയ ക്ലാസിക് നൃത്തങ്ങളും നാടോടി കലകളും സമ്മേളിപ്പിച്ചുകൊണ്ടാണ് വന്ദേ മാതരം നൃത്തശില്പം അവതരിപ്പിച്ചത്. വന്ദേ മാതരം നൃത്തശില്പത്തിന്റെ അവതരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സ് ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ചെയർമാനാകുക എന്ന് പറഞ്ഞാൽ സംഗീത നാടക അക്കാദമിയെ ഉയർത്തിക്കാട്ടുക, അതിന്റെ നിലവാരം ഉയർത്തുക. സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു വിശ്വത്തോളം വൈവിധ്യം നൽകുക. സൂര്യ കൃഷ്ണമൂർത്തി മുഖ്യ അതിഥിയായെത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സൂര്യ കൃഷ്ണമൂർത്തിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴന്നൂറടി, ഡോക്ടർ RC കരിപ്പത്ത്, വാസു ചേറോഡ്, K വേണുഗോപാലൻ നമ്പ്യാർ, ജിനേഷ് കുമാർ എരമം എന്നിവർ സംസാരിച്ചു. ലയം കലാക്ഷേത്രം ഡയറക്ടർ രാജൻ കരിവള്ളൂർ സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ മോഹൻദാസ് വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ നൃത്തരൂപങ്ങളെ കോർത്തിണക്കിയ വന്ദേമാതരം നൃത്തശില്പം വേദിയിൽ അവതരിപ്പിച്ചു. വന്ദേ മാതരത്തിൽ കഥകളി, തുള്ളൽ, പൂരക്കളി, കേരള നടനം, വഞ്ചിപ്പാട്ട്, മാർഗംകളി, ഒപ്പന, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥക് തുടങ്ങിയ നൃത്തരൂപങ്ങൾ അരങ്ങിലെത്തിച്ചു. ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത, സ്വാതന്ത്ര്യ സമരം തുടങ്ങിയവയിലെ സന്ദർഭങ്ങളെ നൃത്തരൂപത്തിൽ ആവിഷ്കരിക്കുകയുണ്ടായി. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് 79%. രാത്രി വൈകും വരെ വോട്ടെടുപ്പ് നീണ്ടു. പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥി T സിദ്ദിഖിനെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തു. പ്രിസൈഡിംഗ് ഓഫീസറെ മർദ്ദിച്ചു. ചേരൂരിൽ ലാത്തിചാർജ്. കൂടുതൽ അനിഷ്ട സംഭവങ്ങളില്ല. വോട്ട് ചെയ്യാനെത്തിയ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. സംഭവം കാഞ്ഞങ്ങാട് കുശാൽ നഗറിൽ. പൂരപ്പെരുമയിൽ നാട്. വടക്കൻ കേരളത്തിൽ ഇനി പൂരക്കളിയുടെ നാളുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.